ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു ബീഫ് കട്ട്ലറ്റ് ആണ്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇവ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുത്തതും, അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി വെള്ളം ഒരുമാതിരി വറ്റി വരുമ്പോൾ അത് ഓഫ് ചെയ്യുക. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചതാണ് ഇത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കൂട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്തരത്തിലുള്ള ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ കട്ട്ലറ്റിന് അതിൻ്റെ നല്ല ഷേപ്പ് കിട്ടും. അങ്ങനെ എല്ലാ കട്ട്ലറ്റും ഷേപ്പാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കുക. മുട്ട നന്നായി മിക്സ് ചെയ്യുക. ആവശ്യമായ ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കുക. എടുത്തു വച്ചിരിക്കുന്ന ഓരോ കട്ട്ലറ്റും മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്രസ് ചെയ്താൽ അതെല്ലാം അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അതിനുശേഷം എല്ലാം കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ കട്ട്ലറ്റും ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ തീ കുറച്ചതിന് ശേഷം മറിച്ചിടുക. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് സെർവ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം.